നമസ്കാരം. അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ദന്തൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് കോടതി റദ്ദാക്കി. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റെന്ന പ്രതിഭാഗം വാദം പരിഗണിച്ചായിരുന്നു നടപടി. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് കിഷോർ കുമാർ കോടതിയിൽ ഹാജരായിരുന്നു. കോടതി ജാമ്യത്തിൽ വിട്ടയച്ചതിന് പിന്നാലെ ഡോക്ടർ റാമിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. കോടതി വളപ്പിൽ നിന്നും ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ഡോക്ടർ റാമിന്റെ ഭാര്യ പറയുന്നു. തന്റെ കൈ തട്ടിമാറ്റിയാണ് ഡോക്ടർ റാമിനെ ഡിവൈഎസ്പി ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയതെന്ന് കൂടെയുണ്ടായിരുന്ന ഭാര്യ ദിൽന ആരോപിച്ചു. ഇരിക്കാൻ അനുവദിക്കാൻ പറഞ്ഞിട്ടും കേട്ടില്ലെന്നാണ് ഭാര്യയുടെ പരാതി. സംഭവത്തെ തുടർന്ന് തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് ചൂണ്ടിക്കാട്ടിയ അഭിഭാഷകർ വീണ്ടും ജഡ്ജിയുടെ ചേംബറിലെത്തി. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി മാനദണ്ഡം പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു നേരത്തെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡോക്ടർ MK റാമിന് ജാമ്യം നൽകിയത്. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റിൽ വ്യക്തതയില്ലെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഞായറാഴ്ച കർണാടകയിലെ കുടകിൽ നിന്നായിരുന്നു മുഖ്യപ്രതി റാമിനെ പോലീസ് പിടികൂടിയത്. അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തു നിന്നായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത്. കണ്ണൂരിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് കണ്ണൂരിൽ എത്തിച്ച ശേഷം റാമിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. ഒളിവ് ജീവിതത്തിൽ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. 3 പേരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നു. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ റാമിനായി പോലീസ് വ്യാപക പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടെയായിരുന്നു പ്രതിയെ പിടികൂടിയത്. എന്നാൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയത് താൻ കാരണമല്ല എന്ന ആത്മഹത്യാ പ്രേരണ കേസിൽ ഒന്നാം പ്രതിയും വകുപ്പ് മേധാവിയുമായിരുന്ന ഡോക്ടർ MK റാമിന്റെ മൊഴി വന്നിട്ടുണ്ട്. താൻ വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന് അറസ്റ്റിലായ ഡോക്ടർ ക്രൈംബ്രാഞ്ചിന് ചോദ്യം ചെയ്യലിൽ മൊഴി നൽകി. നിതിൻ രാജിനെ മാനസികമായി പീഡിപ്പിക്കുന്ന യാതൊന്നും ചെയ്തിട്ടില്ല. HOD എന്ന നിലയിൽ തന്റെ ചുമതലയാണ് അച്ചടക്കവും വിദ്യാർത്ഥികളുടെ മാർക്കും പരിശോധിക്കൽ. മാർക്ക് കുറഞ്ഞ കുട്ടികളെ ക്ലാസ്സിൽ നിന്നും പരസ്യമായി ശാസിച്ചിട്ടുണ്ട്. ഇതാ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. തനിക്കെതിരെ വിദ്യാർത്ഥികളുടെ മൊഴികൾക്ക് പിന്നിൽ അച്ചടക്കം കർശനമാക്കിയതിലെ എതിർപ്പ് കാരണമാകാമെന്നും പ്രതിമൊഴി നൽകി. കുടകിൽ നിന്നാണ് ഞായറാഴ്ച രാവിലെ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച ശേഷം ചോദ്യം ചെയ്യൽ നടത്തിയതും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് ഡോക്ടർ MK റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയുടെ ദാരുണമായ ആത്മഹത്യയെ തുടർന്നുണ്ടായ നിയമ പോരാട്ടങ്ങളും തുടർന്നുള്ള പോലീസ് നടപടികളും അതീവ നാടകീയമായ ഘട്ടത്തിലേക്കാണ് നീങ്ങിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ചടക്കത്തിന്റെ പേരിൽ നടക്കുന്ന ശാസനകളും പീഡനങ്ങളും തമ്മിലുള്ള അതിർവരമ്പുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടറുടെ മൊഴിയോടെ വീണ്ടും ഉയർന്നു. അതേസമയം പ്രതിഭാഗം ഉന്നയിച്ച സാങ്കേതിക തടസ്സങ്ങളും സുപ്രീം കോടതി മാനദണ്ഡങ്ങളുടെ ലംഘനവും പോലീസിന് വൻ തിരിച്ചടിയായെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെയുള്ള പോലീസിന്റെ തുടർ നടപടികൾ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. കോടതി വളപ്പിൽ വെച്ച് തന്നെ നടന്ന ബലപ്രയോഗത്തിലുള്ള രണ്ടാം അറസ്റ്റ് അന്വേഷണ സംഘത്തിന്റെ നിശ്ചയദാർഢ്യമാണോ അതോ നിയമ നടപടികളുടെ ലംഘനമാണോ എന്ന് വരും ദിവസങ്ങളിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്.